കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കടുത്ത വേനലിൽ ദാഹജലത്തിനായി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ആഹ്വാനപ്രകാരം നടത്തുന്ന സൗജന്യ ദാഹ ജലവിതരണ കേന്ദ്രം തുറന്നു. മാതൃകാ പ്രവർത്തനം ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയോടൊപ്പം സാമൂഹ്യ മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയമായ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കടുത്ത വേനലിൽ ദാഹജലത്തിനായി കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും ആഹ്വാനപ്രകാരം നടത്തുന്ന സൗജന്യ ദാഹജല വിതരണ കേന്ദ്രം തുറന്നു. ബാങ്കിന്റെ മുഖ്യ ശാഖയുടെ കീഴിൽ ഈ വേനൽക്കാലം അവസാനിക്കുന്നതുവരെ ബാങ്ക് പ്രവർത്തന സമയങ്ങളിൽ സൗജന്യമായി പൊതുജനങ്ങൾക്ക് മോരും വെള്ളം നൽകും. ബാങ്കിന്റെ സമീപത്തെ ആശുപത്രി, ആരാധനാലയം, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർക്ക് പ്രയോജനം ലഭിക്കുന്ന മാതൃകാ പ്രവർത്തനം ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഉഷ്ണതരംഗത്തെ അതിജീവിക്കുന്നതിനു വേണ്ടി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർപ്പന്തൽ ആരംഭിക്കുകയാണ്. ഈ തണ്ണീർപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബാങ്കിനു വേണ്ടി ഞാനിവിടെ നിർവഹിക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടും ഉയർന്നു വന്നിട്ടുള്ള അതിതീക്ഷ്ണമായ ചൂടിൽ ജനങ്ങളാകെ വലയുമ്പോൾ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇനി ചൂട് അസ്തമിക്കുന്നതുവരെ കോട്ടച്ചേരി ബാങ്ക് ഇതുവഴി പോകുന്ന എല്ലാ ആളുകൾക്കും നല്ല മോരും വെള്ളം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരാധനാലയങ്ങളും ആശുപത്രികളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാമുള്ള ഈ പ്രദേശത്തെ എത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും ആശ്വാസം പകർന്നുകൊണ്ടാണ് ഇന്ന് തണ്ണീർപ്പന്തലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇത് കേവലം മനുഷ്യർക്ക് മാത്രമല്ല, ബാങ്ക് പരിസരത്തെ എല്ലാ പ്രദേശത്തും ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ പരിസരത്തായി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെല്ലാമായി ആളുകൾക്ക്, ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗം കെ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി വി വി ലേഖ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.